ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു 5 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 ചെറിയ ഉള്ളി, ഒരു പിടി മല്ലിയില ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എരിവിനായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. കിങ് ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മീൻ 2 ഭാഗത്തും നല്ലപോലെ നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മീനിൽ നല്ലപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും അതവിടെ ഇരിക്കട്ടെ. നല്ലപോലെ മീനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരും. ഇനിയിപ്പോൾ ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനും. മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിനിപ്പോൾ കിങ് ഫിഷ് വേണമെന്നൊന്നുമില്ല, ഏത് ഫിഷിലാണെങ്കിലും നമുക്ക് ഈ മസാല തേച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ബാക്കി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഈ ഒരു സമയത്ത് ഈ ഒരു മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഫിഷിലൊക്കെ നല്ല പോലെ ആ മസാല കോട്ട് ചെയ്തിരിക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മസാല തേച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈ കഴിക്കാനായിട്ട്. നമ്മൾ ഇതിലിങ്ങനെ കാണുന്നതിനേക്കാളും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ഈ ഒരു ഫിഷിൻ്റെ കൂടെ ചേരുമ്പോൾ. അപ്പോൾ 2 സൈഡും പതുക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.